പൂക്കോട് സർവകലാശാലയിലെ സിദ്ധാർത്ഥന്റെ മരണം അന്വേഷിക്കുന്ന CBI സംഘം വയനാട്ടിലെത്തി. വയനാട് ജില്ലാ പോലീസ് മേധാവിയുമായി CBI ഉദ്യോഗസ്ഥർ കൂടിക്കാഴ്ച നടത്തി. പൂക്കോട് ക്യാമ്പസും സംഘം സന്ദർശിക്കും. CBI അന്വേഷണത്തിൽ പ്രതീക്ഷയുണ്ടെന്ന് സിദ്ധാർത്ഥന്റെ അച്ഛൻ T ജയപ്രകാശ് റിപ്പോർട്ടറിനോട് പറഞ്ഞു. ഇപ്പോൾ നല്ലൊരു പ്രതീക്ഷ കൊണ്ട് നല്ല സത്യം പുറത്തു കൊണ്ടുവരും. പുറത്ത് കിടക്കുന്ന കുറ്റവാളികളെല്ലാം CBI അന്വേഷിച്ച് കൊണ്ടുവരും. സ്റ്റാഫ് ഉൾപ്പെടെയുള്ള കുറ്റവാളികളെ ഇതിൽ ഉൾപ്പെടുത്തി കൊണ്ടുവരും. ഉൾപ്പെടുത്തുന്നത് അവർ ശിക്ഷിക്കും. എനിക്ക് നല്ല വിശ്വാസമുണ്ട് അതിൽ. ദീപക് മോഹനാണ് വിവരങ്ങളുമായി വയനാട്ടിൽ നിന്ന് ചേരുന്നത്. ദീപക്, ഈ SP യെ കണ്ടതിന് ശേഷം ഈ CBI സംഘം പൂക്കോട് ക്യാമ്പസിലേക്ക് തിരിച്ചിട്ടുണ്ട് എന്നാണ് ദീപക് നേരത്തെ റിപ്പോർട്ട് ചെയ്തത്. അവരവിടെ എത്തിച്ചേർന്നു ദീപക്? ബിനിൽ, അല്പം മുൻപാണ് വയനാട് ജില്ലാ പോലീസ് മേധാവി T നാരായണനുമായി CBI സംഘം കൂടിക്കാഴ്ച നടത്തിയത്. 1 മണിയോട് കൂടിയായിരുന്നു ഈ CBI സംഘം കൽപ്പറ്റയിലേക്ക് എത്തിയത്. അവിടെ നിന്ന് തിരിച്ച് വൈത്തിരി പൂക്കോട് വെറ്റിനറി ക്യാമ്പസിലേക്ക് പോകുന്നതിനിടെ വൈത്തിരിയിലുള്ള PWD റെസ്റ്റ് ഹൗസിലാണ് ഇപ്പോൾ സംഘമുള്ളത്. നമ്മളിപ്പോൾ ഉള്ളത് ഈ PWD റെസ്റ്റ് ഹൗസിലാണ്. രാവിലെ ഓടുകൂടി എത്തുമെന്നാണ് അറിഞ്ഞത്. എന്നാൽ ഉച്ചയായി. ഇനി 4 ദിവസത്തോളം ഇവിടെ തന്നെ ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ വിശദമായി അന്വേഷിക്കാനായിട്ടാണ് ഇപ്പോൾ ഈ CBI സംഘം ഇവിടെ എത്തിയതെന്നാണ് പറഞ്ഞത്. ഏതായാലും ഈ നേരത്തെ ജില്ലാ പോലീസ് മേധാവിയുമായി നടന്ന കൂടിക്കാഴ്ചയ്ക്ക് ശേഷം കേസിന്റെ കൂടുതൽ സിദ്ധാർത്ഥന്റെ മരണവുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദമായ കാര്യങ്ങൾ പഠിക്കേണ്ടതുണ്ട് എന്നാണ് CBI സംഘത്തിൽ നിന്ന് നമുക്ക് മനസ്സിലായത്. ഏതായാലും അല്പം മുൻപ് SP-യുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഇനി 3:30 കൂടി ഇവിടെ നിന്ന് PWD റെസ്റ്റ് ഹൗസിൽ നിന്ന് വൈത്തിരി വെറ്റിനറി കോളേജ് ക്യാമ്പസിലേക്ക് പോകുമെന്നാണ് അറിയാൻ കഴിഞ്ഞത്. മാത്രമല്ല, ഈ സിദ്ധാർത്ഥന് മർദ്ദനമേറ്റ കോളേജ് ക്യാമ്പസിന് പരിസരത്തുള്ള കുന്നിൻ മുകളിലും ഒപ്പം സിദ്ധാർത്ഥൻ പഠിച്ച ഹോസ്റ്റലിലും കോളേജിലും അതോടൊപ്പം സിദ്ധാർത്ഥൻ താമസിച്ച ക്രൂരമായ മർദ്ദനത്തിനിരയായ ഈ ഹോസ്റ്റലിലും കൂടുതൽ വിശദമായ പരിശോധനകൾ ഈ CBI സംഘം നടത്തും. 4 അംഗ സംഘമാണ് ഡൽഹിയിൽ നിന്ന് ഇന്നലെ കണ്ണൂരെത്തി. കണ്ണൂരിൽ നിന്ന് ഇന്ന് ഉച്ചയോടുകൂടി വയനാട്ടിലെത്തിയത്. ഏതായാലും 3:30 ഈ CBI സംഘം വെറ്റിനറി കോളേജിലേക്ക് എത്തും. കൂടുതൽ വിശദമായ അന്വേഷണങ്ങളും കാര്യങ്ങളും ഉണ്ടാകും എന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. ബിനിൽ, ഓക്കെ, 3:30 ഈ CBI സംഘം വെറ്റിനറി ക്യാമ്പസിലേക്ക് എത്തിച്ചേരുകയാണ്. അതിനുശേഷമുള്ള പരിശോധനകളാണ് വളരെ പ്രധാനപ്പെട്ടത്. എന്തായാലും നീതി ലഭിക്കുമെന്ന പ്രതീക്ഷയാണ് സിദ്ധാർത്ഥന്റെ അച്ഛൻ ജയപ്രകാശ് പങ്കുവെക്കുന്നത്. വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുകയാണ് വൈത്തിരിയിൽ നിന്ന് ദീപക്.